ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടിലുള്ള വേർപൂളിൻ്റെ 3 സ്റ്റാർ 295 ലിറ്ററിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അപ്പോൾ 2019 എടുത്തതാണ്. ഇത്രയും വർഷമായി. അപ്പോൾ ഇത്ര വർഷമായിട്ട് ഇതിൻ്റെ ലോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുകയാണ്. ഇത് V-Guardൻ്റെ സ്റ്റെബിലൈസറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലാമീറ്ററിൽ 0.5 ഒക്കെ കാണിക്കുന്ന ആ സ്റ്റെബിലൈസർ ലോഡ് എടുക്കുന്നതാണ്. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റഡിയല്ല. അപ്പം ക്ലാമീറ്ററിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇപ്പം നേരിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് ക്ലാമീറ്ററിൽ എത്ര ലോഡ് എടുക്കുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ്ങിൽ എത്ര കറണ്ട് എടുക്കുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പോൾ ലോഡ് സ്റ്റാർട്ടിങ് കറണ്ട് ഇപ്പം എടുക്കാൻ പോവുകയാണ്. 0.3 ആംസ് വേരിയബിൾ ചെയ്യുന്ന ഇപ്പം സ്റ്റാർട്ടിങ് കറണ്ട് എടുത്തു. 4.7 ആംസ് സ്റ്റാർട്ടിങ് കറണ്ട് എടുത്തിട്ടുണ്ട്. അതായത് അരമണിക്കൂർ ഓഫ് ചെയ്തിട്ടതിന് ശേഷമാണ്. എപ്പോഴും ഈ കറണ്ട് എടുക്കുകയില്ല. റണ്ണിങ്ങിൽ 0.5 ആംസിൽ റൺ ചെയ്യുന്നുണ്ട്. 150-200 വാട്ട്സിൽ താഴെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അത് കറക്റ്റാണ്. പിന്നെ അത് റണ്ണിങ്ങിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇൻവേർട്ടറിൽ കണക്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പം ഇടയ്ക്ക് തന്നെ ഓഫായി കട്ട് ഓഫായിട്ട് പിന്നെയും സ്റ്റാർട്ട് ആകുന്ന സമയത്ത് ഇത്രയും ആംപിയർ എടുക്കുകയില്ല. അപ്പം സോളാറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജ്. ലോഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി 13.3 വോൾട്ട്, 14% ഇപ്പോൾ റണ്ണിങ്. അതായത് 10% ഫ്രിഡ്ജും 4% ലോഡുമാണ് ഇപ്പോൾ റണ്ണിങ്ങിൽ. അപ്പോൾ സുഖമായിട്ട് ഇതിൽ ഓടും. ഓഫ് ചെയ്തിട്ടതിന് ശേഷം, അതായത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഓഫ് ചെയ്തിട്ടതിന് ശേഷം റൺ ചെയ്യുമ്പോഴാണ് ആ ഹൈ ആംപിയർ കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ സുഖമായിട്ട് ഓടുന്നതാണ്.